അങ്ങനെ ദേവൂസ് ഓണം ഷോപ്പിങ്ങിന് പോയേക്കുക കേട്ടോ. ഇമ്മാനുവേൽ സിൽക്സ് പട്ടാമ്പിയിലാണ് പോയത്. കൂടെ അവളുടെ അച്ചച്ചനും അച്ചമ്മയും വല്യമ്മയാണ് ഈ പ്രാവശ്യം പോയത്. വല്യമ്മ ഡൽഹിയിലാട്ടോ. വല്യമ്മ ഓണത്തിനൊന്നും അങ്ങനെ വരാറില്ല. അപ്പോൾ ഈ പ്രാവശ്യം കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ വല്യമ്മ ഓണം കൂടാൻ വന്നത്. അങ്ങനെ അവർ മൂന്നാളും കൂടെ കേട്ടോ ഷോപ്പിങ്ങിന് പോയത്. അച്ഛനും ഞാനും ഒന്നും ഈ പ്രാവശ്യം പോയില്ല. ദേവ് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ബ്ലാങ്കറ്റ് കണ്ടു കേട്ടോ. എനിക്ക് തണുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബ്ലാങ്കറ്റൊക്കെ വാങ്ങി. പിന്നെ ദേവ് എന്ത് പറഞ്ഞാലും അച്ചാച്ചൻ അതൊക്കെ സാധിച്ചു കൊടുക്കും കേട്ടോ. അപ്പം കടയിലുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ടാവും, ബ്ലാങ്കറ്റൊക്കെ പൊളിച്ച് കിടന്നുറങ്ങാൻ പോവാണോ, സ്കൂളിലൊന്നും പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അച്ചമ്മയും ദേവും ഏകദേശം ക്ഷീണിച്ചു. അങ്ങനെ അച്ചാച്ചനും വല്യമ്മയും കൂടി സാധനങ്ങളൊക്കെ എടുത്തു. എല്ലാവരുടെയൊക്കെ ഉള്ള ഡ്രസ്സ് കൊല്ലവും അച്ചാച്ചൻ തന്നെ കേട്ടോ ഓണത്തിന് ഡ്രസ്സ് എടുത്ത് തരാൽ. അപ്പോൾ ഒരു ലക്കി കൂപ്പണൊക്കെ കിട്ടി. അതൊക്കെ വല്യമ്മയും ദൈവവും അതിൻ്റെ കൂപ്പൺ ബോക്സിലൊക്കെ ഇട്ടു. എന്നിട്ട് അവർ